ഇറാനും രംഗത്ത് വരികയാണ്. നിലവിലെ താൽക്കാലിക വെടിനിർത്തലിന്റെ ഭാവി സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇറാന്റെ ഈ പ്രതികരണം വരുന്നത്. കരാറുകൾ പാലിക്കുന്നതിൽ യുഎസിന് പ്രതിബദ്ധതയില്ല. അതിനാൽ US-ഇസ്രായേൽ സഖ്യം വീണ്ടും യുദ്ധം ഏത് നിമിഷവും തുടങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ് ഇറാന്റെ സായുധ സേന വ്യക്തമാകുന്നത്. തങ്ങൾ മുന്നോട്ട് വെച്ച ഉപാധികൾ അമേരിക്ക അംഗീകരിച്ചില്ലെങ്കിൽ ഹോർമുസിൽ ഉപരോധം തുടരുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുകയാണ്. ഒപ്പം ഗൾഫിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിക്കും എന്നും ഇറാൻ വ്യക്തമാക്കുന്നു. തങ്ങൾക്ക് വളരെ വ്യക്തമായ പ്ലാനുകളുണ്ട് ഇക്കാര്യത്തിൽ. എണ്ണവില കുറയും തടയാനുള്ള മാധ്യമ നാടകങ്ങളാണ് ഇറാൻ ഉദ്യോഗസ്ഥർ നടത്തുന്നത് എന്നും കുറ്റപ്പെടുത്തുകയാണ്. ആസ്ഥാനത്തെ ഡെപ്യൂട്ടി ചീഫ് മുഹമ്മദ് ജാഫർ അസദിയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. അമേരിക്കയുടെ ഭാഗത്തുണ്ടാകുന്ന ഏത് നീക്കത്തെയും നേരിടാൻ ഞങ്ങളുടെ സേന സജ്ജമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്. ഏതായാലും ഇത്തരത്തിൽ പറയുമ്പോൾ അതുകൊണ്ട് തന്നെയാണല്ലോ വിനോദ് ഇറാൻ ആവശ്യപ്പെടുന്നത് താൽക്കാലിക വെടിനിർത്തലല്ല ഞങ്ങൾക്ക് വേണ്ടത്, ശാശ്വതമായ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഭാവിയിലും തങ്ങളെ ആക്രമിക്കുക എന്നുള്ള ഉറപ്പ് കിട്ടുകയാണ്. ഈ ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ ഒരു കരാറിലേക്ക് തങ്ങൾ എത്തുകയുള്ളൂ എന്ന് വളരെ കൃത്യമായി ഇറാൻ വ്യക്തമാക്കുന്നത് അമേരിക്കയോടുള്ള ഈ വിശ്വാസക്കുറവിൻ്റെ പുറത്താണ്. തീർച്ചയായും രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. ജാഫർ അസദിയുടെ വാക്കുകൾ പരിശോധിക്കുമ്പോൾ ഇതുവരെ അവർ അമേരിക്കയിൽ എത്രമാത്രം അവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്നോ അത് അതേപടി തുടരുന്നു എന്നത് തന്നെയാണ്. കാരണം അമേരിക്ക ഇപ്പോൾ നടത്തുന്നത് നാടകമാണ്. അങ്ങനെ ഒരു നാടകത്തിൻ്റെ ആവശ്യമില്ല. യുദ്ധം എക്കാലത്തേക്കുമായി അവസാനിപ്പിക്കുക, അങ്ങനെ ഒരു കരാറാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത്. ജാഫർ അസദ് ഇത് പറയുമ്പോഴാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി അമേരിക്കയിൽ നടക്കുന്ന ചില കാര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡെമോക്രാറ്റുകൾ അതിശക്തമായി ഈ യുദ്ധത്തെ എതിർക്കുന്നുണ്ട്. കാരണം വലിയ തോതിൽ അമേരിക്കയ്ക്ക് സാമ്പത്തിക നഷ്ടം വരുത്തുന്ന ഒരു സാഹചര്യമാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ പോലും ഇങ്ങനെ ഒരു യുദ്ധം കൊണ്ടുപോകുന്നതിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ട്രംപിൻ്റെ സ്വന്തം ചേരിയിൽ നിന്ന് തന്നെ അത്തരം വിമർശനങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും ആ സർക്കാർ ഒന്ന് പ്രതിരോധത്തിലേക്ക് പോകുന്ന നിലയുണ്ട്. മാത്രമല്ല, ഹിതപരിശോധന വരികയാണ് അമേരിക്കയിൽ. ഈ സർക്കാരിൻ്റെ പകുതി കാലാവധിയാകുമ്പോഴുള്ള ഹിതപരിശോധന ഒരുപക്ഷെ അമേരിക്കയെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള യുദ്ധമായി ഇത് മാറുന്നു എന്നൊരു തോന്നൽ പൊതുവിൽ അമേരിക്കയിൽ ഒരു വിഭാഗം ജനങ്ങൾക്കിടയിലുണ്ട്. അതൊക്കെ തന്നെ അമേരിക്കയെ സംബന്ധിച്ചും പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ്. അവിടെയാണ് ഒരു തടിതപ്പൽ എന്ന നിലയ്ക്ക് യുദ്ധം അവസാനിപ്പിക്കുന്നു. മാനുഷിക പരിഗണിച്ചുകൊണ്ട് ഇറാനെ ആക്രമിക്കുന്നില്ല, അവിടുത്തെ ജനങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നുള്ള പ്രസ്താവനയൊക്കെ വരുന്നത്. പക്ഷേ ഇതൊന്നും തന്നെ ജാഫർ അസദി ഉൾപ്പെടെയുള്ള ഇറാൻ്റെ സൈനിക മേധാവിമാരോ അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടമോ വിശ്വസിക്കുന്നില്ല. എന്തിനേറെ മധ്യസ്ഥ രാഷ്ട്രങ്ങൾക്ക് പോലും വിശ്വാസമില്ല. കാരണം ഒമാൻ്റെ നേതൃത്വത്തിൽ ഒരു മധ്യസ്ഥ ചർച്ച നടന്നു, അത് വിജയം എന്ന തരത്തിൽ കാര്യങ്ങൾ വിലയിരുത്തുമ്പോഴാണ് ആദ്യം ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഭാഗത്ത് നിന്ന് ഇറാന് നേരെയുള്ള ആക്രമണം നടക്കുന്നത്.